അനുവാദമില്ലാതെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തിയതിനെതിരെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സ്കൂൾ PTA-യും രംഗത്ത്. അപകട ഭീഷണി ഉയർത്തുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിനീക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മരം കടത്തിയത്. കട്ടപ്പന ട്രൈബൽ സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടാൻ നഗരസഭ അനുമതി നൽകിയിരുന്നു. എന്നാൽ കരാറുകാരൻ അനുമതി നൽകാത്ത പല മരങ്ങളും വെട്ടിമാറ്റുകയും ചെയ്തതാണെന്നാണ് പരാതി ഉയരുന്നത്. ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ പരിസരത്തുള്ള സ്കൂളിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ അതിന് മുന്നിൽ വെട്ടിയിട്ടിരുന്ന തടി കഷ്ണങ്ങളും സ്കൂളിന് അപകട ഭീഷണിയിൽ നിന്നിരുന്ന തടി കഷ്ണങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കമ്മിറ്റി കൂടുകയും അതുപ്രകാരം തടിക്കഷ്ണങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്കൂളിന് അപകടകരമായി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്നതിനുമാണ് നമ്മൾ കമ്മിറ്റി കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള അനുമതി കൊടുത്തത്. എങ്കിൽ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ അനധികൃതമായിട്ട് ഉള്ള മരം മുറിക്കലും അതുപോലെ തന്നെ തടി കടത്തിക്കൊണ്ടു പോകലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നഗരസഭയോ സ്കൂൾ അധികൃതരോ അറിയിക്കാതെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മാവ് സഹിതം വെട്ടിമാറ്റിയിരിക്കുന്നതെന്നാണ് ആരോപണം. പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ നിലവിൽ സ്കൂള് ആരംഭ വർഷത്തിൽ കാലവർഷത്തിൻ്റെയൊക്കെ ശക്തമായ സാഹചര്യത്തിൽ മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും അപകടകരമായി നിൽക്കുന്ന മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം അനുമതി നൽകിയിരുന്നു, ബഹുമാന്യ സെക്രട്ടറി തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസം സ്കൂൾ അവധി ദിവസം കരാറെടുത്തു എന്ന് പറയുന്ന വ്യക്തി നഗരസഭ അങ്ങനെ ഒരു കരാർ നൽകിയിട്ടില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ സെക്രട്ടറിയോ അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല. അത് മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ ക്രമീകരണം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് PTA-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കരാറെടുത്തിട്ടുള്ള വ്യക്തി അവധി ദിവസം സ്കൂളിൻ്റെ ഗേറ്റ് പോലും തുറക്കാതെ ഇവിടുന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ മരങ്ങൾ കിടക്കുന്ന സ്ഥലം വരെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വ്യക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം. യാതൊരു കാരണവശാലും ഇതവിടെ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പഴയ അധ്യാപകരും ഈ നാട്ടിലെ ആളുകളെല്ലാം കൂടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്നും അനധികൃതമായി ഇങ്ങനെ മരം മുറിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി കട്ടപ്പന പോലീസ് സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന് മുകളിലേക്ക് അതിനുള്ള പരാതിയുമായി നഗരസഭയ്ക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാനുള്ളത്. അനധികൃതമായി മാവ് മുറിച്ചു കടത്തിയതിലും പ്രതിഷേധമുയരുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് PTA ആവശ്യപ്പെടുന്നത്. ട്രൈബൽ സ്കൂളിൻ്റെ പരിസരം ശുചിയാക്കാനും മരച്ചില്ലകൾ വെട്ടാനുമായിട്ട് മുനിസിപ്പാലിറ്റി അശോകൻ എന്നൊരു വ്യക്തിയെ ചുമതലപ്പെടുത്തി. എന്നാൽ അദ്ദേഹം അതിൻ്റെ മറവിൽ ഇവിടെ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ നട്ടുവളർത്തിയ നല്ല ഒരു മരം, മാവുമരവും ഉപയോഗപ്രദമായി നിന്നതും കൂടെ അനുവാദമില്ലാതെ കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ മോഷണം പോയ ഈ വസ്തു മുതൽ അദ്ദേഹം എങ്ങോട്ട് കടത്തിയെന്നോ അതിൻ്റെ നഷ്ടം, ഒരു ബിൽഡിങ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലവും DRCയുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇതിനൊക്കെ PTA-ക്ക് യാതൊരു അറിവുമില്ല. PTA-യുടെ അനുവാദമില്ലാതെ ചെയ്ത ഈ പ്രവൃത്തിക്ക് ശക്തമായ നടപടിയെടുത്ത് മുനിസിപ്പാലിറ്റി ഇത് ചെയ്യണമെന്നാണ് അറിയിക്കുന്നത്. അനുവാദമില്ലാതെ കടന്നുകയറി മരങ്ങൾ മുറിച്ചു മാറ്റുകയും മറ്റും നാശനഷ്ടം വരുത്തിയതിനെതിരെയും സ്കൂൾ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.